64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ നടക്കുമ്പോൾ ഓർമ്മിക്കപ്പെടേണ്ട പ്രധാന പേരുകളിലൊന്ന് സംസ്ഥാനത്തെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരിയുടെ പേര് തന്നെയാണ്. വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് തൃശൂർ കണ്ടശങ്കടവ് സ്വദേശിയായ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. ജേസൺ ചാമോളപ്പിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. തൃശ്ശൂരിലേക്ക് കലോത്സവം വീണ്ടും എത്തുമ്പോൾ നാം ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയുടേത്. അദ്ദേഹത്തിൻ്റെ കല്ലറയാണ് എനിക്ക് പുറകിൽ കാണുന്നത്. ജനനം 17/7/1903, മരണം 25/10/1977. വർഷാവർത്തനങ്ങളെല്ലാം പൂക്കുകയും കാക്കുകയും ചെയ്യുന്ന ഒരു ഫലവൃക്ഷം. കേരള ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിലൊന്നാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ അത്രയേറെ വിപ്ലവകരമായ മാറ്റങ്ങൾ നടത്തിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ മകൻ ജോസ് മുണ്ടശ്ശേരി. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഒരുപാട് പരിവർത്തനങ്ങൾ, ഇത്രയും വിപ്ലവകരമായ മാറ്റം നടത്തിയ ഒരു വ്യക്തി പിന്നീടുണ്ടായിട്ടില്ല. അങ്ങ് ആ കാലത്ത് എങ്ങനെ ഓർത്തെടുക്കുന്നത്? തിരുവനന്തപുരത്ത് വരുമ്പോൾ എൻ്റെ അപ്പനൊരു MLA മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് 57 ഇലക്ഷൻ കഴിഞ്ഞിട്ട് EMS നമ്പൂതിരിപ്പാട് ചീഫ് മിനിസ്റ്റർ ആവുകയും അങ്ങേര് 3 സ്വതന്ത്രന്മാരെ മന്ത്രിസഭയിൽ എടുത്തു. 11 മന്ത്രിമാരിൽ അതിലൊരാളാണ് എൻ്റെ അപ്പൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട്. മണലൂരിൽ നിന്നാണ് ഇലക്ഷൻ ജയിച്ചു വന്ന് കമ്മ്യൂണിസ്റ്റ് സപ്പോർട്ടോടുകൂടി ജയിച്ചു. അങ്ങ് അദ്ദേഹത്തിൻ്റെ ഒരു അവസാന കാലഘട്ടത്തിൽ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ്? എൻ്റെ അപ്പനെ ഏറ്റവും സന്തോഷിച്ച ഒരു ജോലി വൈസ് ചാൻസലർ ആവാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലറായിട്ടാണ് അപ്പൻ. ആ ജോലിയിലാണ് എൻ്റെ അപ്പന് ഏറ്റവും അധികം സന്തോഷവും താല്പര്യം ഉണ്ടായിരുന്നത്. അദ്ദേഹം ചെയ്ത സംഭാവനകളെ വേണ്ടത്ര ആ രീതിയിൽ പിന്നീടുള്ള ആൾ ഓർക്കുന്നു, കാലം ഓർക്കുന്നു തോന്നിയിരുന്നു. ആൾക്കാർ സാധാരണ ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത് സ്കൂൾ മാഷന്മാർക്ക് ഒരു പ്രസ്റ്റീജും അവർക്ക് ശമ്പളം നേരിട്ട് കൊടുക്കുക, നല്ലൊരു രീതിയിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചതായിട്ടാണ് പൊതുവെ ആൾക്കാർ എൻ്റെ അപ്പനെക്കുറിച്ച് ഓർക്കുന്നത്. പക്ഷെ ഒരു എഴുത്തുകാരനും ക്രിറ്റിസിസം, മലയാള ഭാഷയുടെ ക്രിറ്റിസിസം എഴുതുന്ന ഒരു ആളാണെന്നാണ് എഴുത്തുകാരൊക്കെ അറിയപ്പെടുന്നത്. ഈ ലോകത്തെ ഇങ്ങനെ ഒരു മനുഷ്യനിവിടെ ജീവിച്ചിരുന്നുവെന്ന് കൊച്ചുകുട്ടികൾ മുതൽ വലിയവരെ വരെ വീണ്ടും ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.